Watch full episodes on Jio Hotstar. ഹലോ സാറേ, ഞങ്ങൾ കളിക്കുന്നുണ്ട്. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ തരുന്നത് സത്യമാണല്ലോ. അതിനിപ്പോ ഈ ഫോമിലേക്ക് സൈനിട്ടേക്ക്. പ്രിയ സുഹൃത്തുക്കളെ, ഓട്ടവും മത്സരവും ഈ മാച്ചിന്റെ ഫൈനലിൽ കയറിയ കിഡ്സുമായിട്ട് മത്സരിക്കാൻ പോവുകയാണ്. Let's start. എന്റെ അമ്മോ, ആദ്യം ഇത് പറഞ്ഞേ, ഹെലികോപ്റ്റർ എവിടെയാണ് ഉള്ളത്? ഹെലികോപ്റ്റർ അവരെത്തി. പൊളിക്കടുത്തല്ലോ. ആ വാനരന്മാരാണ് മത്സരത്തിൽ പങ്കൊള്ളാൻ പോകുന്നത്. ഫൈനൽ കളിക്കാൻ പോകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞത് ഇവരാ. എന്റെ രോഗികളാണ് സത്യം. ഇത് ചതിയാണ്. നമുക്ക് വേറെ ആരെങ്കിലും കൂടെ കളിച്ചാൽ മതി, ഇവരുടെ കൂടെ കളിക്കണ്ട. സാറേ, ഈ കുട്ടികളൊക്കെ ട്രെയിനീസ് ആണ്. ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. മിസ്റ്റർ മാർഷൽ സാറേ, താങ്കൾ പറഞ്ഞ ഐഡിയ പോലെ തന്നെ എല്ലാം സംഭവിച്ചു. സെക്യൂരിറ്റി ഒന്നും വിട്ടാതിരിക്കെ. മോട്ടു പത്ലു, നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടിയതിൽ സന്തോഷമുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മാച്ച്. ഇല്ല, ഞങ്ങൾ കളിക്കില്ല. ഞങ്ങൾക്ക് കളിക്കണ്ട. ഓഹോ മോട്ടു പത്ലു, എന്താ ഇത്ര ധൃതി? നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ കരാറിൽ ഒപ്പിട്ടത്? കളി കഴിയുന്നത് വരെ നിങ്ങൾക്ക് പുറത്തു പോകാൻ അവകാശമില്ല. അതുകൊണ്ട് കളിച്ചേ പറ്റൂ, മറ്റു മാർഗമില്ല. അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ വക വരുത്തും ഞാൻ. എന്റെ അമ്മോ, അല്ലെങ്കിൽ മത്സരം കഴിയാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് കളിച്ചു തന്നെ അവസാനിപ്പിക്കാം. ലെറ്റ്സ് പ്ലേ. റെഡി? മമ്മി, യെസ്. എന്റെ അമ്മോ, എന്തിനാ തല്ലിയത്? നിങ്ങൾ ഇവിടെ കളിക്കാനല്ലേ വന്നിരിക്കുന്നത്? നിങ്ങൾ സൈൻ ചെയ്ത് തന്നിട്ടുള്ള ആ ഫോമിൽ തല്ലുകൊണ്ടാൽ പരാതിപ്പെടാൻ അവകാശമില്ല. നിങ്ങൾക്കും തിരിച്ചു തല്ലാം. അല്ല, ഈ ചെറിയ ചെറിയ കുട്ടികൾ ഞങ്ങളെ എങ്ങനെ അടിക്കുന്നത്? വാ മോട്ടു, നമുക്ക് കളി തുടങ്ങാം. വാ. മമ്മി. Yes. 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 പത്ലു, വെറുമായിട്ടില്ല എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ഒന്ന് ആലോചിക്കൂ, വേഗം ചെയ്യൂ. ഐഡിയ. നമുക്ക് അവരെ അടിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ മാർഷൽ ആർട്സിന്റെ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ ബുദ്ധിയും സ്പീഡും ഉപയോഗിച്ച് അവരെ തോൽപ്പിക്കാൻ പറ്റും. കേൾക്ക്.
ലാസ്റ്റ് പോയിന്റ് 5 സെക്കൻഡ് ബാക്കിയുണ്ട്. ലാസ്റ്റ് പോയിന്റ് 5 സെക്കൻഡ്സ്. ഓക്കെ, കം ഓൺ, സ്റ്റാർട്ട്. ചിങ്കം സാറേ ഇപ്പൊ പണി തുടങ്ങിക്കോ. ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ ജയിച്ചിരിക്കുന്നു. താങ്ക് യു കൂട്ടുകാരെ, താങ്ക് യു. ഇനി തന്നോളൂ, ഞങ്ങളുടെ ഹെലികോപ്റ്റർ ഞങ്ങൾക്ക് തരൂ. ഇത് മറ്റടുത്ത ചീറ്റിംഗ് ആയി പോയല്ലോ. നീ എന്താ വിചാരിച്ചത്? ഞങ്ങൾക്ക് മേളിലേക്ക് വരാൻ പറ്റില്ലെന്നോ? ഞങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. ഡോക്ടർ ജഡ്ക, ഇപ്പൊ സമയവും സന്ദർഭം എല്ലാം ശരിയായി വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണിക്കേ നിങ്ങളുടെ സീക്രട്ട് ക്യാമറയുടെ വിദ്യ. ഇപ്പൊ കാണിച്ചു തരാ. മോട്ടു എന്റെ ചങ്കെ, പത്ലു എന്നോട് ആ മാച്ച് മുഴുവൻ സീക്രട്ടായി റെക്കോർഡ് ചെയ്യാനുള്ള ഐഡിയ പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ എക്സ്റേ വിഷൻ ഷൂട്ടിംഗ് അങ്ങ് ചെയ്തു. ഇതാ കണ്ടില്ലേ? വലിയേട്ടാ, ഈ 3 പിള്ളേരുടെയും അകത്ത് നിന്നും ടിങ് 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 എന്താ ഒരു ലൈറ്റ് വന്നോണ്ടിരിക്കുന്നത്? നോക്കൂ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ നടന്നു. ഇവര് 3 പേരും മനുഷ്യക്കുട്ടികളല്ല, ഇവര് 3 റോബോട്ടുകളാ ചങ്കുകള്. എന്റെ അമ്മോ, the name is ചിങ്കം. ഈ ഇൻസ്പെക്ടർ ചിങ്കം ആ 3 റോബോട്ട് കിഡ്സിനെ വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല. എങ്ങനെയുണ്ട്? അല്ല ചങ്ക, എന്റെ ക്യാമറ എവിടെ പോയി? ഓ ചിങ്കം സാറേ, നിങ്ങൾ എന്തായി കാണിച്ചത്? ഒരുപാട് വിലയുള്ള എന്റെ എക്സ്റേ വിഷൻ ക്യാമറയാ നിങ്ങൾ തകർത്ത് കളഞ്ഞത്. ചിങ്കം സാറേ, ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ ഫയർ ചെയ്താലുണ്ടല്ലോ, ഞങ്ങൾ എല്ലാവരും നിങ്ങളെ വെച്ചേക്കില്ല. എന്റെ അമ്മോ, സോറി സോറി സോറി. എന്റെ അകത്തുള്ള ആവശ്യത്തിന്റെ സമുദ്രം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. അതിനെ തടയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിങ്കം സാർ, ആ സമുദ്രത്തിനോട് പറയൂ കുറച്ചു നേരത്തേക്ക് അടങ്ങിയിരിക്കാൻ. കാരണം ഞാൻ ആ 3 തകരപ്പാട്ടുകളെയും വെറുതെ വിടാൻ പോകുന്നില്ല. കണ്ടപ്പോ പാവം പിള്ളേരല്ലെന്ന് ഓർത്തിട്ടല്ലേ ഞാൻ ഇതുവരെ അവന്മാരുടെ ദേഹത്ത് കൈവയ്ക്കാതിരുന്നത്. ഇനി എന്റെ ഈ 2 കൈകൾ മാത്രമല്ല, കാലും കൂടി പ്രവർത്തിക്കും. മോട്ടോ മോട്ടോ, ചിങ്കം സാറേ, നിങ്ങളും ഓവർ കോൺഫിഡൻസ് തോൽവിയിലേക്കുള്ള വഴിയാണ്. മോട്ടു, നീ ആ റോബോട്ട് കിഡ്സുമായിട്ട് ഫൈറ്റ് ചെയ്യണം. പക്ഷേ നീ അവരെ ആദ്യം നേരിടാൻ എല്ലാ രീതിയിലും പ്രാപ്തരായിരിക്കണം. ഓയ് മോട്ടു എന്റെ ചങ്ക്, ഞാനൊരു ഐഡിയ പറയട്ടെ. ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ഒരു റോബോട്ടിനെ ഉണ്ടാക്കാം. നിങ്ങൾ അതിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കളികളും മനസ്സിലാക്കാൻ പറ്റും ചങ്ക്. ഓയ് മോട്ടു പത്ലു എന്റെ ചങ്കുകളെ, നിങ്ങൾ ഫൈറ്റിങ്ങിന് വേഗം റെഡി ആയിക്കോളൂ. വേഗം. തീർച്ചയായും റെഡിയാണ്.
പത്ലു കണ്ടില്ലേ, ഈ മത്സ്യങ്ങള് ഒഴുക്കിനെതിരെയാണ് നീന്തി പോയിക്കൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ? പിന്നെന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത്? കമോൺ, ലെറ്റ്സ് പ്രാക്ടീസ്. പൊളിച്ചെടുത്തല്ല. ഓ എന്റെ ചങ്കുകളെ, ഞാൻ പറയാൻ മറന്നുപോയി. എന്റെ കയ്യിൽ ഈ ബെൽറ്റ് ഉള്ള കാര്യം. ഇതുള്ളപ്പോ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മുകളിലേക്ക് കയറാൻ സാധിക്കും. ഓയ്, എന്താ ചങ്കുകളെ, നിങ്ങൾ എന്നെ വീണ്ടും ഇടിക്കാൻ പോവുകയാണോ? എന്റെ മോട്ടു ഇപ്പൊ തമ്മിലടിക്കാനുള്ള സമയമല്ല. ലെറ്റ്സ് ഗോ ആൻഡ് ഫൈൻഡ് ദ ട്രൂത്ത്. ആ മാർഷലും ആർട്ടിയും എന്ത് പ്ലാൻ ആയിരിക്കും ചെയ്യുന്നത്? വാ. ആർട്ടി, മോട്ടുവും പത്ലുവും ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ റോബോട്ടുകളെയും ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. യെസ് മാർഷൽ, നമ്മുടെ കയ്യിൽ സമയം കുറവാണ്. നമ്മുടെ പദ്ധതി പ്രാവർത്തികമാക്കാനുള്ള സമയം ഇതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റിന്റെ സമയം കഴിഞ്ഞു. ഓൾ ദി വേസ്റ്റിന്റെ സമയമാണ് ഇപ്പോൾ. മിസ്റ്റർ മാർഷൽ, ഇപ്പൊ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. തൈക്കോണ്ടോ മനുഷ്യ കുട്ടികളല്ലാന്നും അതൊക്കെ റോബോട്ട് കിഡ്സ് ആണെന്നും. മോട്ടു, പത്ലു, നിങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കാനായി ഞാൻ എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ചു, എന്നിട്ടും നിങ്ങൾ എന്താ തോൽവി സമ്മതിക്കാത്തേ? മിസ്റ്റർ മാർഷൽ, ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുള്ളതാണ്, പരിശ്രമിക്കുന്നവർ ഒരിക്കലും ജീവിതത്തിൽ തോൽക്കാറില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഒരിക്കലും നിർത്താറില്ല. ആഹാ, വന്നാലും നമുക്ക് നോക്കാം ആരാണ് ജയിക്കുക ആരാണ് തോൽക്കുക എന്ന്. ടൈ, കോ, ഡോ. വേഗം വാ, അങ്കിളുടെ കൂടെ നന്നായിട്ട് ഗെയിം കളിച്ചോളൂ. അപ്പോഴേ അവർക്ക് മനസ്സിലാവൂ. Uncle, you are finished. മോട്ടു, പത്ലു, നിങ്ങളിപ്പോ കാണിച്ചു കൊടുക്ക്. പരിശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കാറില്ല. വരൂ. കരയുന്നതും ഒരു ട്രിക്കാണ്. വാ മോട്ടു, നമുക്ക് ഈ റോബോട്ട് പിള്ളേരെ ഇപ്പൊ തന്നെ ഒരു പാഠം പഠിപ്പിക്കാം. ആർട്ടി, നിക്ക്.
അവനെ അവസാനിപ്പിച്ചേക്ക്. പത്ലുവിനെ ഞാൻ നോക്കാം. പൊളിച്ചെടുത്തല്ലോ. റോബോട്ടിന്റെ കയ്യില് ലേസർ ഗണ്ണുണ്ട്. മോട്ടു സൂക്ഷിക്കണേ. ഓ ഇല്ല, എന്റെ എല്ലാ പരിശ്രമങ്ങളും വെള്ളത്തിലായല്ലോ. പക്ഷെ ഞാൻ തോൽവി സമ്മതിക്കില്ല. എന്റെ ട്രംപ് കാർഡ് ഇനിയും ബാക്കിയുണ്ട്. മോട്ടു പത്ലു, എന്റെ അത്തിപ്പാർ അമ്മച്ചിയെ, ഇതെല്ലാം ചേർന്നൊരു റോബോട്ടായി മാറിയല്ലോ ചങ്കി. പൊളിച്ചെടുത്തല്ലോ. ഇനിയിപ്പോ എന്താ സംഭവിക്കുക? ഇനി ഫൈറ്റ് ചെയ്ത് കാണിക്കേ. ഞങ്ങളുടെ റോബോ സൈന്യം ആരുടെ മുന്നിലും തോൽക്കില്ല. അധികം താമസിയാതെ തന്നെ ഞങ്ങൾ ഈ രാജ്യം ഭരിക്കും. മോട്ടു, ഇത് അയൺ ഫിസ്റ്റ്. ഇത് വെച്ച റോബോട്ടിനെ വകവരുത്ത്. മോട്ടു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. തോൽവി സമ്മതിച്ചേക്ക്. ഇനി വളരെ നിഷ്പ്രയാസം തന്നെ ഞങ്ങൾ തോൽപ്പിക്കും. നിങ്ങളൊരു വലിയ കാര്യം തന്നെയാണ് ചെയ്തത് കേട്ടോ. മോട്ടു, മോട്ടു പത്ലു, ഞങ്ങൾ കീഴടങ്ങുന്നു. മാർഷലിനെ വെറുതെ വിടൂ. ഒരിക്കലുമില്ല. ചിങ്കത്തിനടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. ഇംപോസിബിൾ. യു ആർ അണ്ടർ അറസ്റ്റ്. ഇനി നിങ്ങൾക്ക് ജയിലിനകത്ത് പോയ റോബോട്ട് ഉണ്ടാക്കാം. അത് മോട്ടു പത്ലുവിന്റെ രൂപത്തിൽ. വളരെ നല്ല റോബോട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. മോട്ടു പത്ലുവിന്റെ രൂപത്തിൽ നമുക്ക് ഇനി റോബോട്ടിനെ കാണാം. Watch India's largest kids library only on Jio Hotstar. Download the app now.